ഇപ്പൊ നമുക്ക് നോക്കി നമ്മൾ വയറിംഗ് കേബിൾ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഗ്രീൻ ലൈറ്റ് കത്തണില്ല. ഈ ഗ്രീൻ ലൈറ്റ് എന്തിന്റെ മെയിനിൽ ഓൺ ആയി കഴിഞ്ഞാൽ കത്തുന്ന ലൈറ്റ് അല്ലെ. ആ മെയിനിൽ ഓൺ ആവാൻ പറ്റാത്ത കംപ്ലൈന്റ് ആണ് ഇതിൽ കംപ്ലൈന്റ് കാണിച്ചത്. P0685 ECM PCM പവർ റിലേ കൺട്രോൾ സർക്യൂട്ട് ഓപ്പൺ ആണ്. സർക്യൂട്ട് ഓപ്പൺ മീൻസ് ഇതിൽ നോ കണക്ഷൻ ആണ്. ഇതിൽ കൂടെ എന്ത് ചെയ്യണില്ല, കണക്ഷൻ ഔട്ട് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഈ ECM എന്ത് ചെയ്യണില്ല, ഈ വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ട് ആവുമോ? സ്റ്റാർട്ട് ആവില്ല. കാരണം മെയിനിൽ ഓൺ ആവാത്ത കണ്ടീഷൻ ആണ് ഈ ECM ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ മെയിൻ കംപ്ലൈന്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പൊ നമ്മൾ ഈ ഗ്രീൻ വയർ കൊടുത്തിട്ടുള്ള, അതായത് ഈ ECMന്റെ 80ാമത്തെ പിൻ, മാരിറ്റ് മറാളി ബോർഡാണ് ECM 2010, 11, 12 മോഡൽ സ്വിഫ്റ്റ് ഡീസലിൽ വരുന്ന ബോർഡ്. അപ്പൊ ഇതിന്റെ ഈ വയറിൽ നമുക്ക് എന്ത് കിട്ടണം, ഗ്രൗണ്ട് കണക്ഷൻ കിട്ടണം. അപ്പൊ നമ്മളിത് ട്രാക്ക് ചെയ്യേണ്ട കണക്ഷൻ ഏതാണ്? ഈ പിന്നാണ്. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താണ്, ECM നമ്മൾ അയക്കുന്നു, ഈ 80ാമത്തെ പിൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നു. ഈ 80ാമത്തെ പിന്നെ പോയിട്ടുണ്ടാവുന്ന ഒരു IC ഉണ്ടാവും അല്ലെ. IC എന്നാണ് റിലേക്കുള്ള കണക്ഷൻ ട്രിഗർ ചെയ്യുക. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത ECMന്റെ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ ഇതാണ് കംപ്ലൈന്റ് കണ്ട. ഇതിൽ നമുക്ക് ഈ ഫ്യൂസ് പോർഷൻ, ഡയോഡിന്റെ പോർഷൻ, റെസിസ്റ്ററിന്റെ പോർഷൻ, അതേപോലെ ട്രാൻസിസ്റ്ററിന്റെ പോർഷൻ, ഈ പോർഷനിലൊക്കെ നല്ല രീതിയിൽ വാട്ടർ ഡാമേജ് ആയിരിക്കും കേട്ടോ. കമ്പോണൻസ് നല്ല രീതിയിൽ പോയിട്ട് ഇവിടെ ട്രാക്ക് ഡാമേജ് ഉണ്ട്.